ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുംബൈയിലാണെന്ന്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് വന്നതാണ്. പക്ഷേ അതുകൊണ്ട് നല്ല തിരക്കായിപ്പോയി. 3 ദിവസത്തേക്കാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല കാരണം സമയമില്ല. അപ്പം ഞാൻ വെച്ചാൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും നല്ലോണം എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന്. അപ്പം ഞാനിങ്ങനെ കേട്ടു ഇവിടെ സിദ്ധിവിനായക ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു അടുത്ത്. അപ്പം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഗോഡാണ് ഗണപതി. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം വേറെ സമയമൊന്നും കിട്ടത്തില്ല വേറെ പല സ്ഥലങ്ങളിൽ പോകാനാണെങ്കിലും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോലും പോകാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാനുള്ളത് ബാന്ദ്രയിലാണ്, ഈസ്റ്റ് ബാന്ദ്രയിലാണുള്ളത്. അപ്പം അവിടുന്ന് നല്ല ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നിനിപ്പോൾ ട്രാവൽ നടക്കത്തില്ല. നാളെ മറ്റന്നാളും ഞാൻ ബിസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സിദ്ധിവിനായക് മന്ദിറിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു. അപ്പം ഞങ്ങൾ സിദ്ധിവിനായക് ടെമ്പിളിലോട്ട് പോകാനായിട്ട് ഞാൻ വിചാരിച്ചു ഊബറിൽ ലൊക്കേഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനാണെങ്കിൽ ശ്രീ സിദ്ധിവിനായക് ടെമ്പിൾ എന്നാണ് അടിച്ചത്. അപ്പോൾ അത് ന്യൂ മുംബൈയിലായിരുന്നു. സിദ്ധിവിനായക് ടെമ്പിൾ ഉണ്ടായിരുന്ന ഓൾഡ് മുംബൈയിലായിരുന്നു. അപ്പം ഞങ്ങളിത് അറിയുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് തിരുമേനി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ച് ഓൾഡ് മുംബൈയിൽ പോയി സിദ്ധിവിനായക് ടെമ്പിളിലും കയറി തൊഴുതു. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി ടെമ്പിൾ ഉണ്ടായിരുന്നു, മുംബൈ ദേവി എന്ന് പറയുന്ന മഹാലക്ഷ്മി ടെമ്പിൾ ഫേമസ് ടെമ്പിളാണ്. അപ്പോൾ അവിടെയും പോയി തൊഴാൻ പറ്റി. എന്തായാലും ഭാഗ്യത്തിന് 3 ടെമ്പിൾ കവേർഡായി. അപ്പോൾ ഇത് ന്യൂ മുംബൈയിലോട്ട് പോകുന്ന വഴിയാണ്. റോഡൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റി. അങ്ങോട്ട് പോയത് ഓട്ടോയിലാണ്, തിരിച്ച് ഞങ്ങൾ ഓട്ടോയിലാണ് എവിടെയാണ് ഓൾഡ് മുംബൈയിലോട്ട് വന്നത്. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അവരവിടെ നിർത്തും. എന്നിട്ട് അങ്ങോട്ട് ഓട്ടോയൊന്നും പോവില്ല. എന്നിട്ട് നമ്മൾ പിന്നെ ക്യാബാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടാക്സി നമ്മൾ ഊബർ പിന്നെ എടുത്തു അവിടുന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ജേണി പോയത്. പിന്നെ ഞങ്ങളെന്ന് പറയുന്നത് ഞാനും അച്ഛനും ഉണ്ട്. കാരണം ഒരു ആവശ്യത്തിന് പോയതായതുകൊണ്ട് അപ്പം ഞാനും അച്ഛനും കൂടെയാണ് വന്നത്. 2-3 ദിവസത്തെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഉച്ച സമയം എന്തോ ആയി എത്തിയപ്പോൾ. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത്. പിന്നെ അവിടുത്തെ ടെമ്പിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി 10 മണിക്ക് ക്ലോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെയുള്ള സമയമുണ്ട്. അപ്പം അതുമാത്രമല്ല ഭയങ്കര ടെമ്പിൾസാണ്. ഫുൾ ടൈം ഭയങ്കര ആളായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അവരുടെ റിച്വൽസൊക്കെ ഒരു പ്രത്യേക തരം റിച്വൽസാണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. സോ നമുക്കൊരു ഫുൾ വൈബ്, ഭയങ്കര എനർജി കിട്ടും അവിടുത്തെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. പിന്നെ ഇത് പോകുന്ന വഴിയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളവിടെ ശ്രീ സിദ്ധിവിനായക് ടെമ്പിളിലോട്ട് പോവുകയാണ്. ഞങ്ങളൊന്നും അറിയാതെ പോവുകയാണ്. പക്ഷേ ഐ വാസ് ലൈക്ക് എൻജോയിങ് ദ ട്രിപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ട്രാവലൊക്കെ ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ ഫുള്ള് പ്ലേസസൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു നമ്മൾ പല ആൾക്കാരും പല സിറ്റുവേഷൻ, പല ടൈപ്പ് ഓഫ് സ്ഥലങ്ങളൊക്കെ കാണുന്നത് നമ്മളെ കുറച്ചുകൂടി പെർസ്പെക്റ്റീവ്സൊക്കെ നമ്മുടെ കുറച്ചുകൂടെ ഡെവലപ്പ് ആവാൻ സഹായിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരു രീതി മാത്രം നമ്മൾ ലൈഫ് ലീഡ് ചെയ്താലോ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരെയും എക്സ്പീരിയൻസസൊക്കെ ലൈക്ക് ഇങ്ങനെ നോക്കുക. ലൈക്ക് മാക്സിമം പറ്റുന്നതിൻ്റെ അത്രയും ട്രൈ ചെയ്യുക ട്രാവലൊക്കെ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ. അപ്പം ഞാനിങ്ങനെ ബിൽഡിങ്സൊക്കെ നോക്കുമായിരുന്നു. അപ്പം കുറേ ബിൽഡിങ്സ് ഇങ്ങനെ നമ്മൾ സൈഡ് ഫുള്ള് നോക്കുമ്പോൾ സൈഡ് ഫുള്ള് ബിൽഡിങ്സാണ്. ഇങ്ങനെ അടുക്കി ബിൽഡിങ്സാണ്. അപ്പം കുറേ സ്ഥലങ്ങളിലൊക്കെ പണി നടക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അത് കണ്ടോ, അതൊരു ഓൾഡ് പാലമാണ്, പഴയ പാലമാണ്. കണ്ടോ, നല്ല രസമുണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. പണ്ടത്തെ ഒരു പാലം അത്. ഇങ്ങനെ സൈഡ് ഭയങ്കര മുംബൈ നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ. നല്ല ട്രാഫിക്കുള്ള ഏരിയയും ഉണ്ട് അവിടെ. അപ്പം ട്രാഫിക് ജാമിലൊക്കെ ഇടയ്ക്കൊക്കെ പെട്ടാൽ തീർന്നു. അത്രയ്ക്കും നല്ല ട്രാഫിക് ജാം. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ട്രാഫിക് അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൾക്കാരുടെ ഒരു അപ്രോച്ചസ്, നേച്ചേഴ്സ്. ലൈക്ക് ഞാൻ കണ്ട ആൾക്കാർ, ഞാൻ ഫുള്ളി ജനറലൈസ് ചെയ്ത് പറയുകയല്ല, നല്ലൊരു വൈബാണ്. ലൈക്ക് എല്ലാവരും ഓരോരുടെ ഒരു സിറ്റി ലൈഫ്, പ്രോപ്പർ സിറ്റി ലൈഫ്. നമ്മൾ ചെന്നൈയിലൊക്കെ പോകുന്ന മാതിരി എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് തോന്നിയതാണ് പേഴ്സണലി. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഒരു ദിവസം കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ലൈക്ക് ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്, ഐ തിങ്ക് സോ. പിന്നെ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ തന്നെ 12:30 ആയി റൂമിൽ വന്നപ്പോൾ. കാരണം ഇത്രയും അമ്പലങ്ങളും കവർ ചെയ്ത് ഫുഡും കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് ടൈമായി. ഇപ്പം ശ്രീ സിദ്ധിവിനായക് ടെമ്പിളിൻ്റെ ഫുൾ ലൈക്ക് ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്ന ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾഡ് മുംബൈയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട്
ആദ്യം സിദ്ധിവിനായക് ടെമ്പിളിൽ പോകണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മഹാലക്ഷ്മി ടെമ്പിൾ അല്ലെങ്കിൽ മുംബൈ ദേവി എന്ന് പറഞ്ഞ ദേവിയുണ്ട്, അപ്പോൾ അവിടെയും പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഭാഗ്യത്തിന് മുംബൈ ടെമ്പിളിൽ പോകാൻ പറ്റി. 2 ടെമ്പിളിലും പോകാൻ പറ്റി ഓൾഡ് മുംബൈയിലുള്ളതും. കാരണം നമ്മുടെയൊക്കെ സ്ഥലത്താണെങ്കിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ അമ്പലം, പക്ഷേ അവിടെയൊക്കെ 10 മണി വരെ അമ്പലം ഓപ്പണാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, ആ മെയിൻ ജംഗ്ഷനിൽ ചെന്നു. സിദ്ധിവിനായക് ഇതാണ് അമ്പലം. അപ്പോൾ ഞങ്ങൾ ആ മെയിൻ ജംഗ്ഷനിൽ നിന്ന് പൂവ് വാങ്ങിച്ചു. റിച്വലാണ്, അപ്പോൾ നമ്മളവിടെ ഓഫറിംഗ് ആയിട്ട് ഒരു തട്ടത്തിൽ കൊടുക്കണം. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു. എന്നിട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. രാത്രി 9-9:15 സമയമാണിത്, പക്ഷെ എന്നാൽ പോലും നല്ല ആളാണ്. നമ്മൾ സ്പെഷ്യൽ എൻട്രിയിൽ കയറിയിട്ട് ഒരാൾക്ക് പെർ ഹെഡ് 100 റുപ്പീസാണ്. അതിൽ കയറിയിട്ട് പോലും ഭയങ്കര തിരക്കാണ് സ്പെഷ്യൽ എൻട്രിയിൽ. സോ അത്രയ്ക്ക് ആളാണ്. അതാണ് അമ്പലം കേട്ടോ. ഇത് നമ്മൾ ക്യൂ നിന്നിട്ട് ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ കറങ്ങി 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 ആ പോർഷനിൽ ചെല്ലും, ആ തൊഴുന്ന്. ഇതാണ് ആ പോർഷൻ. അപ്പം അവിടെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നിറയെ പോലീസുകാരായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ചെയ്തു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ സൈഡിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അപ്പം അതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. ഭയങ്കര തള്ളാണെങ്കിൽ ചിലപ്പം ചില ആൾക്കാർക്ക് ഇപ്പം വിഗ്രഹം കാണാൻ പറ്റത്തില്ലെങ്കിൽ അവർക്കിത് നോക്കി തൊഴാം. അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം, സിദ്ധിവിനായക് ടെമ്പിൾ. അപ്പോൾ സിദ്ധിവിനായക് ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ നല്ലോണം തൊഴുതു. നല്ല രസമാണ് അവിടുത്തെ വൈബൊക്കെ, നല്ല ഭംഗി. ഇതാണ് മുംബൈ ദേവി. ആ ടെമ്പിളിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഞാനൊന്ന് കാണിച്ചതാണ്, കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് സർവൈലൻസ് ആയിരുന്നു. നമ്മുടെ ഫോണൊക്കെ അവിടെ ആദ്യമേ ലോക്കറിൽ വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ആ ഒരു ഏരിയ മാത്രം കാണിച്ചത്. ഇറങ്ങി വന്നിട്ട് പെട്ടെന്നൊരു ഫോട്ടോ എടുത്തതാണ്, കാരണം നല്ല ലേറ്റായി. അപ്പം ഞങ്ങൾക്ക് പിന്നെ തിരിച്ചങ്ങ് ചെല്ലണമെങ്കിലും ബാന്ദ്ര ചെല്ലണമെങ്കിൽ സമയമെടുക്കും, പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇതായില്ല. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് മുംബൈയിലെ പാവ് ഭാജി. അപ്പം എൻ്റെ അമ്മാവിയൊക്കെ മുംബൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് സ്പെഷ്യലി ഈ പാവ് ഭാജി ട്രൈ ചെയ്യണം, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സർദാറിലെ പാവ് ഭാജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവരുണ്ടാക്കുന്ന രീതിയും അവരുടെ കൂട്ടുമൊക്കെ എന്തോ എനിക്ക് തോന്നുന്നു നല്ല സ്പെഷ്യലാണ്. നല്ല ടൊമാറ്റോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടൊമാറ്റോ ഇഷ്ടപ്പെടാത്തവർക്ക് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുമോ എന്ന്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുണ്ടാക്കുന്ന രീതി ഉണ്ടോ, ഇങ്ങനെ എന്താ തക്കാളിയും സവാളയും എല്ലാം ഇട്ടിട്ട്, പിന്നെ ഈ ഗ്രീൻ പീസ് പോലത്തെ എന്തോ ഇടുന്ന കേട്ടോ അതിനകത്ത്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. കടലയാണോ, എന്ത് ടൈപ്പ് കടലയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവരിതിങ്ങനെ ക്രഷ് ചെയ്ത് ഒരു ഇപ്പുറത്ത് കിടക്കുന്ന മസാല ഉണ്ടോ, അപ്പോൾ അതാണ് നമുക്ക് പാവ് ഭാജിയുടെ കൂടെ തരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്ട്രാ പാവ് ഓർഡർ ചെയ്ത് കഴിച്ചു, പക്ഷേ അച്ഛനൊന്നും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ വേരി ചെയ്യും ടേസ്റ്റൊക്കെ ആണെങ്കിൽ. നമുക്ക് വേണമെങ്കിൽ ഇത് പാഴ്സലാക്കി കഴിക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു, ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ബണ്ണല്ല പാവ്. അപ്പം അത് നമുക്ക് തരുന്ന പാവൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നവർ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവസാനം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഹോട്ടലിൽ പോയി അച്ഛന് ഫുഡ് കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക ഈസ്റ്റ് ബാന്ദ്രയിലോട്ട്. അപ്പം അപ്പോഴെൻ്റെ അടുത്ത് അമ്മ പറഞ്ഞായിരുന്നു നോട്ടീസ് ചെയ്യണം, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന്. കണ്ടോ നിങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടോ? അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ മലയാളം മൂവി എസ്ര ഇല്ലേ, പൃഥ്വിരാജിൻ്റെ ലൈക്ക് ലൈലാഗമേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടല്ലോ. അപ്പം ആ ലൈലാഗമേ സോങ് ഷൂട്ട് ചെയ്തത് ഈ ഒരു ബ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കത് നല്ലോണം ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും. എനിക്ക് കുറച്ച് ടാക്സിയുടെ ലൈറ്റിംഗ് ഒക്കെ കുറച്ച് ക്ലിയർ ഗ്ലാസ്സൊക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എനിക്ക് കാണാൻ പറ്റി പേഴ്സണലി. നല്ല ഭംഗിയുണ്ട്. ആ ഒരു നൈറ്റ് ടൈമും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അറൗണ്ട് വീട്ടിൽ വന്നപ്പോൾ 12:30, വീട്ടിലല്ല റൂമിൽ വന്നപ്പം 12:30 ആ ഒരു സമയമായി. പക്ഷെ എന്നാലും ആ ഒരു നൈറ്റ് ലൈഫും എല്ലാം അടിപൊളിയായിരുന്നു. ഈവൻ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സർദാറിൽ നിന്ന് വേറൊരു ഹോട്ടലിൽ കയറിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പോലും ഭയങ്കര ആളാണ് എല്ലായിടവും. നമുക്കൊരു ഐസൊലേറ്റഡ് ഫീലിംഗ് എവിടെയും വരില്ല. എപ്പോഴും ആളുകൾ നിറയെ ഉണ്ട്. സിറ്റിയാണ്. ഇപ്പോൾ ചെന്നൈ പോലെ തന്നെ, ചെന്നൈ പോലെയല്ല, ചെന്നൈക്ക് ഫാർ 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 ഹെഡാണ് മുംബൈ. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് മുംബൈയിൽ. പക്ഷേ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. സോ ഐ റിയലി എൻജോയ് ദിസ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഈസ്റ്റ് ബാന്ദ്രയിലോട്ട് തിരിയുന്ന ഒരു ട്രാഫിക്കാണിത്. അപ്പോൾ ഹോപ്പ് യു എൻജോയ് മൈ ചാറ്റ്.